ഹലോ ഗുഡ് മോർണിംഗ്. കുറേ കാലമായിട്ടോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് എനിക്കൊന്നിനും ഇപ്പോൾ മിക്കപ്പോഴും സമയം കിട്ടാറില്ല. അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോയിട്ടുണ്ട്. ഈ കൊല്ലം അങ്ങനെ ഒരു ബിസി ഷെഡ്യൂൾ എങ്ങനെയൊക്കെയോ വന്ന് എത്തിപ്പെട്ടു. ഇത് മാത്രമല്ല, എനിക്ക് പല വീഡിയോസും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ കുഴപ്പമില്ല, ഞാൻ എല്ലാം ചെറുതായിട്ട് ഇങ്ങനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ റൂമിലല്ല കേട്ടോ ഞാൻ ഇന്ന് കിടന്നുറങ്ങിയിട്ടുള്ളത്. അവിടെ പെയിൻറ്റിങ്ങും അതിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് പറ്റാത്തതുകൊണ്ട് അവിടെ നിന്ന് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒന്ന് എൻ്റെ റൂം ഷിഫ്റ്റാക്കി രാത്രി കിടക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആസ് യൂഷ്വൽ വളരെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, വേണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ എണീച്ച് വന്നിരിക്കാനാണ് ഞാൻ കൂടുതൽ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത്. നേരെ പോയി പല്ലുതേപ്പും കാര്യങ്ങളൊക്കെയാണ്. ബ്രേസസ് ഇട്ടതുകൊണ്ട് തന്നെ പല രീതികളൊക്കെ ഉണ്ട് ഇപ്പോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ കഴിയാനായെന്ന് തോന്നുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ്. ഇപ്പോൾ 1.5 കൊല്ലം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാവുമെന്ന് അറിയില്ല. ഇനി കുറച്ച് സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ ഇന്ന് എന്തായാലും ചെയ്യുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒന്ന് ഫേസ് പാക്ക് ഇടുക അങ്ങനെ ഒന്നും ചെയ്യണം. പക്ഷേ തണുത്ത വെള്ളത്തിൽ, നല്ല തണുപ്പാണല്ലോ ഇപ്പോൾ, അപ്പോൾ തണുത്ത വെള്ളത്തിൽ നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് ചെറിയൊരു മസാജൊക്കെ കൊടുത്താൽ തന്നെ ഒരു ഗ്ലോ കിട്ടും, ഒരു ഹെൽത്തി ആയിട്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊക്കെ നമ്മുടെ സ്കിന്നിനൊന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതാണ് അല്ലേ. ഈ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ ഈ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ അധികം വർക്കൗട്ട് ചെയ്യാറില്ല. ഞാൻ കൂടുതൽ നടക്കാനൊക്കെ പോകാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ സ്കിപ്പിങ് ചെയ്യും. ഇതാണ് എൻ്റെ മെയിൻ ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വർക്കൗട്ട് എനിക്ക് കുറച്ച് കാലത്തിന് ശേഷം തുടങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു പ്രയാസം ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് ഒക്കെ. അതായത് നമ്മൾ മസിലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര പെയിൻ ആയിരിക്കുമല്ലോ. മിക്കവാറും ഈ പെയിൻ കാരണമാണ് പിന്നെ നമ്മൾ ഡീമോട്ടിവേറ്റ് ആയിട്ട് നിർത്തി പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ പെയിൻ വെച്ചിട്ട് പിറ്റേ ദിവസം ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. പക്ഷേ നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ പുഷ് ചെയ്താൽ തന്നെ ഡെയിലി ഇല്ലെങ്കിലും നമ്മളൊരു വീക്ക്ലി ഒരു 3 ടൈംസ് അല്ലെങ്കിൽ 4 എങ്കിലും മിനിമം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് തുടങ്ങിയാൽ മതി, ചെറിയ സ്ട്രെച്ച് തുടങ്ങിയാൽ മതി, ഒരു 20 മിനിറ്റ് മാക്സിമം ചെയ്താൽ മതി, അത്രയൊക്കെ മതി. പക്ഷേ നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി ഇസ് ദ കീ എന്നാണല്ലോ എല്ലാവരെയും പോലെ നിർത്തി പോവാതെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വർക്കൗട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വരാണ് കേട്ടോ. എനിക്ക് കുറച്ച് നേരം ഇങ്ങനെ ബാൽക്കണിയിൽ വന്നിരിക്കണം. ഇതെൻ്റെ ഒരു പരിപാടിയാണ് ബാൽക്കണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നല്ല തണുപ്പ് ഉണ്ട് പുറത്ത്. പിന്നെ ഞാൻ ചായ അല്ലാട്ടോ കുടിക്കുന്നത്. ചായക്കുടി ഞാൻ മാക്സിമം കുറച്ചിട്ടുണ്ട്. ഇത് ഞാൻ തലേന്ന് നമ്മൾ ജീരക വെള്ളമില്ലേ, ജീരകമൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൽ 1 സ്പൂൺ തേനൊക്കെ ചേർത്തിട്ട് കുടിക്കുന്നതാണ്. നമുക്ക് കുറച്ചുകൂടി നല്ല ഒരു ഫാറ്റ് ബേണിംഗ് ഒക്കെ ആയിട്ട് അത് വർക്ക് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ ആസ്വദിച്ചതിങ്ങനെ കുടിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇവിടെ വന്നിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്കെല്ലാം സ്ട്രെസ്സൊക്കെ ആക്കി നമുക്ക് ഈ ഒരു തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഹോൾ ഡേ കിട്ടേണ്ടതല്ലേ. അപ്പോൾ മൈൻഡിനും കൂടി നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ മനസ്സൊന്ന് എൻജോയ് ചെയ്യാൻ പാകത്തിന് നമുക്ക് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഇരിക്കാം, ഓരോന്ന് പ്ലാൻ ചെയ്യാം, ചിന്തിച്ച് കൂട്ടാം. അനാവശ്യമായിട്ടുള്ളതല്ല, ആവശ്യമായിട്ടുള്ളത് മാത്രം കേട്ടോ. എൻ്റെ ഒരു കുളിയും ബാക്കി കാര്യങ്ങളെല്ലാം കൂടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു 6-6:30 ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വെട്ടം വന്നിട്ടുണ്ട്, ഒരു നല്ല സൺലൈറ്റ്, എല്ലാം കൂടി നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. അത്ര തിരക്കൊന്നും ആയിട്ടില്ല റോഡിൽ, എല്ലാവരും പോയി തുടങ്ങുന്നതൊക്കെ ഉള്ളൂ, നമ്മൾ ഓഫീസിലും ഒക്കെ ആയിട്ട്. പിന്നെ ഞാൻ എൻ്റെ ഗാർഡനിലൂടെയൊക്കെ കുറച്ച് ചുറ്റിപ്പറ്റി നടക്കുന്നത് എൻ്റെ ഒരു ചെറിയൊരു പരിപാടിയാണ്. കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ഇന്ന് പറിച്ചില്ലെങ്കിൽ അത് കൊഴിഞ്ഞ് പോകുന്നതുകൊണ്ട് മാത്രം ഞാനിതൊക്കെ പറിച്ചിട്ട് എടുത്ത് വെക്കും കേട്ടോ, റൂമിലൊക്കെ ആയിട്ട് വെക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈറ്റായിട്ടുള്ള സ്മെല്ലൊക്കെ നല്ല രസമല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാനിത് ഈ സ്മെല്ലിൻ്റെ ഒരു അഡിക്ഷൻ കാരണം തന്നെയാണ് ഞാനിതുപോലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ചന്ദനത്തിരി ഇതെല്ലാം കൂടി ഒന്ന് അടുക്കളയിൽ കത്തിച്ച് വയ്ക്കും. എനിക്ക് ഈ ചന്ദനത്തിരിയുടെ സ്മെല്ലൊക്കെ ആയിട്ട് പിന്നെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രസമല്ലേ, ഒരു വൈബ്, ഒരു വേറൊരു ലെവലിൽ കിട്ടും. അതൊരു ശീലമായിപ്പോയി. അപ്പം ഇതാണ് എൻ്റെ അടുത്തൊരു ചെറിയ പരിപാടി എന്ന് പറയുന്നത്. ശരിക്കും എനിക്ക് ഇൻഡോർ പ്ലാന്റ് ക്രേസൊക്കെ തുടങ്ങിയത് ഈയിടെ ആയിട്ടാണ് കേട്ടോ. തുടങ്ങിയപ്പോൾ പിന്നെ ഒരു 1.5 തുടക്കം തന്നെയായിരുന്നു. പുറത്തുള്ളതിനേക്കാൾ ചെടി ഇപ്പം അകത്തുണ്ട്. ഒരു കാട് ക്രിയേറ്റ് ചെയ്യലാണ് ഇപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് തോന്നുന്നു. പക്ഷേ നമ്മളെപ്പോഴും ശരിക്കും കെയറിങ് കൊടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കൊതുവൊക്കെ മുട്ടിയിട്ട് അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേഞ്ച് ചെയ്തിട്ടൊക്കെ നന്നായി കെയർ ചെയ്യണം കേട്ടോ. നമ്മളെല്ലാവരും എത്ര അടുക്കിപ്പെറുക്കി വീട് കൊണ്ട് നടന്നാലും ഒറ്റ സെക്കൻഡ് കൊണ്ട് അലങ്കോലാക്കി വെക്കാം. നമ്മുടെ വീട്ടിൽ ഓരോരോ കുഞ്ഞുമക്കളുണ്ടാവും അല്ലേ, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇങ്ങനെയൊക്കെയാണ് അവർ ഓരോന്ന് കളിച്ചും പഠിച്ചൊക്കെ വേണ്ടേ വളരാൻ വേണ്ടിയിട്ട്. എപ്പോഴും നമ്മൾ സ്ട്രിക്റ്റ് ആക്കി അത് ചെയ്യരുതെന്നൊന്നും പറയാൻ പാടില്ലല്ലോ. അപ്പോൾ അവർ കളിക്കട്ടെ, എല്ലാ ടോയ്സും എല്ലാം വെച്ച് കളിക്കട്ടെ. കുറേയൊക്കെ ഞാൻ രാത്രി കിടക്കുന്നതിന് മുന്നേ തന്നെ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കും കേട്ടോ, എടുത്ത് വെപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എന്നാലും പുള്ളിക്കാരിക്ക് ഒരു 5-10 മിനിറ്റ് മതി അത് തിരിച്ചെല്ലാം കൂടി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഇതിൻ്റെ പുറകെ നടന്നു തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഇതും കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് മതി ബ്രേക്ക്ഫാസ്റ്റ്. ഒരുപാട് ടൈമുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് പറയുന്ന ഒരുപാട് ഹെവി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ നല്ലോണം ക്ലീൻ ആക്കാനും നല്ല വീട് വൃത്തിയാക്കി നല്ല ഭംഗിയാക്കി കൊണ്ടു നടക്കാനൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഫുഡിൻ്റെ കാര്യത്തിലേക്കൊക്കെ പോകാറുള്ളൂ കേട്ടോ.
അപ്പോൾ ചെറിയ രീതിയിൽ മതി അടിച്ച് വാരലൊക്കെ. എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും തലേന്ന് തന്നെ ചെയ്യും, രാത്രി ചെയ്യും. അത് ഞാൻ മിക്കപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോസിൽ. ഞാൻ എപ്പോഴും ക്ലീനിങ് അടിച്ച് വാരൽ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ രാവിലെ ജസ്റ്റ് വന്ന് നമുക്ക് കുറച്ചൊക്കെ ഒരു പൊടികൾ ഇതൊക്കെ വന്നിട്ടുണ്ട്, അതൊന്ന് നീക്കാൻ മാത്രം മതിയാവും. അപ്പോൾ ആ ഒരു ഇതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീഡിയോസ് കാണുമ്പോൾ മിക്കവരും ചോദിക്കാറുണ്ട് കേട്ടോ, വീട്ടിലാരുമില്ലേ ഞാൻ മാത്രമാണോ എന്നൊക്കെ. അപ്പോൾ ആക്ച്വലി അങ്ങനെയല്ല. ഈ സമയമൊക്കെ ആകുമ്പോൾ തന്നെ എല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ട്, എല്ലാവരും അവരുടെ ജോലികൾ ചെയ്യുവാണ്. ഇപ്പോൾ വാക്കിങ്ങിന് പോയിട്ടുണ്ട്, ജിമ്മിൽ പോയിട്ടുണ്ട്, അപ്പോൾ പാല് വാങ്ങാൻ പോയിട്ടുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ എൻ്റെ ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ മാക്സിമം എന്നെ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. എല്ലാവരും കൂടി ഇതാക്കുന്ന ആവശ്യം വരുമ്പോൾ മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അത് ഞാൻ മാത്രമൊന്നുമല്ല വീട്ടിലുള്ള. പിന്നെ രാവിലെ ഈ പുലർച്ചെ കാണിക്കുമ്പോൾ അത് മിക്കവാറും ഞാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ആ ഒരു ടൈം എനിക്ക് ഇഷ്ടമാണ്, ഞാൻ മാത്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈം. അതെപ്പോഴും പണ്ട് മുതലേ എനിക്കിഷ്ടമാണ്. പിന്നെ ഈ മാറ്റൊക്കെ നമ്മൾ ആമസോണിൽ നിന്നൊക്കെ വാങ്ങുന്നതായിട്ട് നല്ലൊരു യൂസ്ഫുള്ളാണ്. ഇതിപ്പോൾ മൂന്നാമത്തെ ഒരു ട്രിപ്പാണ് വാങ്ങിയിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യും, നല്ല രസമാണ് ഇത് കാണാനും നമുക്ക് യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ നേരെയുള്ള ആ ഒരു പഴയ ടൈപ്പ് ഷീറ്റ് ഇടുന്നതിനേക്കാളും ഇതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ചുകൂടി ഒരു ലുക്ക് കൂടുതൽ ഇതിനാണ്. അപ്പോൾ അതേ ചായ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇലച്ചയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അതിങ്ങനെ കുറേ നേരം തിളയ്ക്കണം കേട്ടോ. പൊടിച്ചായ ആണെങ്കിൽ ഇങ്ങനെ തിളപ്പിക്കാൻ പാടില്ല, കഴിക്കും. പിന്നെ ഞാൻ കുറച്ച് എഗ്ഗ് 1-2 എഗ്ഗും കൂടി നമ്മൾ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അത് അവിടെ കിടന്ന് ബോയിലാവട്ടെ, അപ്പോഴേക്കും എനിക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാമല്ലോ. വീടിനകത്തേക്ക് നല്ല എയർ സർക്കുലേഷനും ലൈറ്റും എല്ലാം വേണമെന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. സൺലൈറ്റിന് ഒരു പ്രത്യേക രസം തന്നെയല്ല നമ്മുടെ വീട്ടിലേക്ക് കയറുന്നത്. പിന്നെ ഈ ഒരു കാര്യം ഞാൻ എൻ്റെ ഒരു ലോങ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഹ്യൂമിഡിഫയർ ആണ്. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മൽപ്പിടുത്തത്തിലാണ് ഞാനിത് ഓപ്പൺ ചെയ്യാൻ ഇടാനൊരു ചെറിയൊരു നാക്ക് വേണം, അങ്ങനെ ഇട്ടാൻ വേണ്ടി മാത്രം മതി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെപ്പോഴും നല്ലൊരു മിസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതിനകത്ത് ഞാൻ സ്മെല്ലിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പ്ലെയിൻ ആയിട്ട് തന്നെ അങ്ങനെ വെക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അതിൽ നിന്ന് ഇങ്ങനെ വരുന്നത്. അപ്പോൾ വീഡിയോയിൽ നമുക്ക് അത്ര ക്ലിയർ ഉണ്ടാവില്ല. ശരിക്കുള്ളതിൽ നല്ലോണം വരും കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്താൽ മതി, അപ്പോൾ തന്നെ ഇങ്ങനെ പുക പോലെ ഇങ്ങനെ വരും. നല്ല രസമായിട്ട് ആവി വന്നുകൊണ്ടിരിക്കും. ഈ ഒരു ക്ലൈമറ്റിലൊക്കെ വളരെ ഹെൽത്തിനൊക്കെ നല്ലോണം യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ റൂമിലൊരു സ്മെല്ല് മാറ്റാൻ വേണ്ടിയിട്ട്, അപ്പോൾ പെയിൻറ്റിൻ്റെ സ്മെല്ല് ഞാൻ പറഞ്ഞ പോലെ നന്നായി കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇതും എനിക്ക് നിർബന്ധമാണ്. ഈ ഒരു പൊട്ട്പുരി എന്ന് പറയും, പൊട്ട്പുരി അങ്ങനെ എന്തോ ഒരു പേരാണ്. അപ്പോൾ ഇതുപോലെ ഡ്രൈഡ് ആയിട്ടുള്ള ഫ്ലവർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഒരു സ്പ്രേ കിട്ടും. അത് അടിച്ചു കൊടുത്തിട്ട് എൻ്റെ റൂമൊക്കെ ഞാൻ ചുറ്റി കണ്ടു. അതിന് വേണ്ട പരിപാടികളൊക്കെ ചെയ്തിട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. വേറെ ഒന്നല്ല, എനിക്ക് അടുക്കളയിൽ പോയിട്ട് ഇനി ബാക്കി പണികളുണ്ടല്ലോ. ഒരു 1/2 ലിറ്റർ വെള്ളമെങ്കിലും ഞാൻ രാവിലെ തന്നെ കുടിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. ചായ ഇതുവരെ കുടിച്ചിട്ടില്ല. ഈ വെള്ളവും പിന്നെ രാവിലെ എണീറ്റാൽ പാടുള്ള ആ ഒരു ജീരക വെള്ളവും ഉണ്ടല്ലോ, ഒന്നും ഇതാക്കിയിട്ടുള്ള, അതും മാത്രമാണ് ഞാൻ ഇത്ര നേരമായിട്ട് കുടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഈസി ആയിട്ട് ഇപ്പോൾ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലാക്കി മാറിയിട്ടുമുണ്ട്. ഒരു ഡെയിലി റൂട്ടീനാണ്. ഇപ്പോൾ ഇത് ഈ എഗ്ഗും ഉണ്ട് ഇനിയിപ്പോൾ അടുത്തത്. ഇതെങ്ങനെ കഴിക്കുമെന്ന് അറിയില്ല. ഡെയിലി എഗ്ഗ് ഒരേപോലെ കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ നല്ലതാണ്, നല്ല പ്രോട്ടീൻ റിച്ചാണ്, നല്ല വൈറ്റമിൻസ് എല്ലാ സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു എഗ്ഗെങ്കിലും മിനിമം കഴിക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഞാൻ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എഗ്ഗ് ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് കഴിയും. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടം. പണ്ടത്തെ നമ്മളെ കോളേജിലൊക്കെ കിട്ടുന്ന ഒരു ചായക്കടി, അതിൻ്റെയൊക്കെ ഒരു ഓർമ്മ കിട്ടാറുണ്ട്. ഇവിടെ അത്ര നമുക്ക് വാങ്ങാൻ കിട്ടുമൊന്നുമില്ല. പഴംപൊരി അതൊക്കെ കിട്ടും, പക്ഷേ എഗ്ഗ് ബജ്ജി ഞാൻ എല്ലായിടത്തും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു വെറൈറ്റി ടേസ്റ്റ് വേണം. അല്ലാതെ ഡെയിലി എഗ്ഗ് പുഴുങ്ങിയത് മാത്രം ഒന്ന് കഴിക്കാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യം. ചിലർക്ക് പറ്റും കേട്ടോ, അങ്ങനെ കഴിക്കുന്നവരുണ്ട്. എനിക്കെന്തോ ഞാനെപ്പോഴും ഇതുപോലെ ഓരോരോ കണ്ടുപിടുത്തങ്ങളിലേക്ക് പോവും. അപ്പോൾ ഇന്ന് എൻ്റെ പ്രിഫറൻസ് ഇതാണ്, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ ഇത് പൊട്ടിത്തെറിക്കുന്നതൊക്കെ എൻ്റെ അനിയത്തി പറഞ്ഞൊരു വിവരം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ വളരെ പേടിച്ചിട്ട് ഞാൻ ചെയ്യുന്നത്. കാര്യമായിട്ട് ഈ എഗ്ഗിൻ്റെ വൈറ്റ് ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ എണ്ണയിലിടുമ്പോഴാണ് പൊട്ടിത്തെറി കൂടുന്നത്. അപ്പോൾ നല്ലോണം മാക്സിമം തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ തിരിച്ചിടുന്ന പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഒരു കോട്ടിങ്ങിൽ മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് മസാലയൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു, അത്രയേ ഉള്ളൂ. ചെറിയ രീതിയിൽ പൊട്ടിത്തെറിയുണ്ട്, എന്നാലും വലിയ രീതിയിലില്ല. ഞാൻ നന്നായി മാക്സിമം സൂക്ഷിച്ച് തന്നെ ചെയ്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ ആയത്. എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ അവരെല്ലാവരും ചെയ്ത സമയത്ത് നന്നായിട്ട് എല്ലാവരുടെ മേലേക്കും മുഖത്തേക്കൊക്കെ തെറിച്ചെന്നൊക്കെ കേട്ടിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതിനുശേഷം ഒരു പേടി സ്വപ്നമായിരുന്നു എഗ്ഗ് ബജ്ജി ഉണ്ടാക്കുക. പക്ഷേ ഇന്ന് ഞാൻ തരക്കേടില്ലാതെ ഒരു സിമ്പിളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് നല്ലോണം ഉണ്ട്. ആൻഡ് മോർ ഓവർ ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്
നമുക്ക് ദോശയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഡയറക്റ്റ് ഞാൻ ലഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ പോയി എടുത്തിട്ടുണ്ട്. ഞാൻ കുറേ എണ്ണം മിസ്സായി പോയിട്ടുണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് ഓക്കെ, നമുക്ക് കരിപ്പെട്ടത് മതിയല്ലോ. അപ്പോൾ ലഞ്ചിന് ഞാൻ എടുക്കാം. പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കുകയാണ്. ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കനേക്കാളും എനിക്കിഷ്ടം ബീഫ് ബിരിയാണി ഉണ്ടാക്കാനാണ്. കാരണം കൂടുതൽ ടേസ്റ്റ് അതിന് വരാറുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഞാനും ഭയങ്കര എക്സൈറ്റഡ്. എന്നോട് അമ്മ പറയും, തലേന്ന് തന്നെ പറയും, നീ ഉണ്ടാക്കിക്കൊന്ന് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്ക് ഇഷ്ടമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നെയ്യും ഓയിലും ഒരേ അളവിലെടുത്ത് ചൂടാക്കിയിട്ട് അതിലേക്ക് സ്പൈസസ് ഇട്ടിട്ട് ഞാൻ നന്നായി സവാള ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ സവാളയിൽ ഉപ്പ് മാത്രമല്ല കുറച്ച് പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട്. കാരണം ഈ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് വഴറ്റുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് എനിക്ക്. സവാളയിൽ ഒരു വല്ലാത്തൊരു കുത്തലെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു കുറച്ചൊരു നല്ല ടേസ്റ്റ്, മധുരം ഒന്നുമല്ല പക്ഷെ നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊരു ഒരു ടിപ്പാണ് കേട്ടോ, നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചധികം തന്നെ ക്വാണ്ടിറ്റി ഞാൻ എടുക്കും. ഈ ഒരു പേസ്റ്റ് നമ്മൾ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു കോഴിക്കോടൻ സ്റ്റൈൽ ബിരിയാണിയാണ്. ഏകദേശം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും സീരിയസ്ലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ക കോഴിക്കോടൻ സ്റ്റൈൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്തോളൂ കേട്ടോ. നന്നായി വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഞാൻ അളവും കറക്റ്റ് പാകങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു തന്നോളാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ഞാനൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ആ പച്ച ഇലകളൊക്കെ കാണുന്നത് നമ്മുടെ മല്ലി പുതിന തന്നെയാണ്. ഇതും ഞാൻ നന്നായി ഇടാറുണ്ട്. എനിക്കിഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റും വരുന്നത്. അതും ഇത് നമ്മൾ കുത്തുന്ന ടേസ്റ്റായിട്ടൊന്നും വരില്ല. അതും നല്ല മൈൽഡായിട്ട് ഒരു ബിരിയാണീൻ്റെതായ ഒരു ഫ്ലേവർ കിട്ടാൻ നല്ലതാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഞാൻ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഒരേ ഒരു മസാലയാണ്, അത് നമ്മൾ ബിരിയാണി മസാല. അത് ഏത് വേണമെങ്കിലും എടുക്കും. ഞാൻ ഈസ്റ്റേണാണ് ഞാൻ പണ്ട് മുതലേ എടുക്കുന്നത്. ഈസ്റ്റേൻ്റെ ആണ് ഞാൻ കറി പൗഡർ എല്ലാം എനിക്ക് എൻ്റെ ഒരു ചോയ്സ് അതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് എടുക്കാം കേട്ടോ. അത് ഞാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കാറുണ്ട്. വേറെ ഒരു മസാലയും ഇല്ല. പിന്നെ ഞാൻ കുറച്ച് തൈര് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ആക്കിയപ്പോൾ തന്നെ വഴറ്റപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മസാല തന്നെയാണ്. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി മഞ്ഞളും ഉപ്പും തേച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബീഫായിരുന്നു ഞാനിപ്പോൾ ഇട്ടത്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം വേവിക്കണം കേട്ടോ. നല്ല സമയം എടുക്കും. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പോലെ ബീഫ് വേവിക്കുന്നത്. ചിലയിടത്താണെങ്കിൽ നമ്മൾ തീയൊക്കെ കുറച്ചിട്ടിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യും. ചിലയിടത്താണെങ്കിൽ ഈ വിസിലിൻ്റെ കണക്കാണ്. എനിക്ക് വിസിലിൻ്റെ കണക്കാണ് കുറച്ചിട്ട്. അപ്പോൾ ഒരു 10 വിസിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഉള്ളത് നന്നായി വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതവിടെ കടുത്തൊന്നുകൂടി കുറുകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറെ പണികൾ ചെയ്യാം. ഈ കാണുന്നതാണ് ബിരിയാണിക്കുള്ള ഒരു സാലഡ് ഉണ്ടാക്കുന്നത്. സാലഡ് ഇല്ലാതെ എന്ത് ബിരിയാണി ഇല്ല. എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. ഒരു നല്ല ടേസ്റ്റുള്ള സാലഡ് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 2 സവാള ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല പച്ചമുളകുണ്ട്, കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പും കുറച്ച് പഞ്ചസാരയും. ഞാൻ ഇതിലും ഇതുപോലെ തന്നെ ഒരു പൊടിക്ക് പഞ്ചസാര ഇടും. പിന്നെ നമ്മൾ തൈരും. ഇത്രയും മതി. പുളിയുള്ള തൈരാണ് കേട്ടോ ബെസ്റ്റ്. പുളിയില്ലാത്തതിനേക്കാളും ഇതിനൊക്കെ വേണ്ടത് പുളിയുള്ള തൈര് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. കുറച്ച് നേരം ഒന്ന് സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു പുതിന ചമ്മന്തിയാണ്. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മളിവിടുത്തെ കോഴിക്കോട് എല്ലാ സ്ഥലത്തും ഈ ഒരു പുതിന ചമ്മന്തി നമ്മൾ ബിരിയാണീൻ്റെ കൂടെ കൊടുക്കും. നമ്മൾ കല്യാണ വീട്ടിൽ പോയാലും ഹോട്ടലിൽ പോയാലും ഒക്കെ മസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് തേങ്ങ, പുതിന, ഉപ്പ്, പിന്നെ എന്തെങ്കിലും പുളിക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ വിനീഗർ എടുക്കാം, അല്ലെങ്കിൽ നാരങ്ങ എടുക്കാം. ഇത്രയൊന്ന് നമ്മൾ ചതച്ചെടുത്താൽ മതി. സംഗതി റെഡി ആയിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറുണ്ടാക്കി നമ്മളത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടുള്ളത് അതൊന്ന് കുറുക്കിയെടുക്കണം. വെള്ളം പോലെ ആവാൻ പാടില്ലല്ലോ. അതൊന്ന് അവിടെ കിടന്ന് കുറുക്കി ഇനി ദമ്മിടുന്ന പരിപാടിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. മാക്സിമം ഒരു 1/4 മണിക്കൂർ മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ദമ്മും കൂടി ഇട്ടാൽ നമ്മൾ സൂപ്പർ കോഴിക്കോടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കാണുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. സീരിയസ്ലി അടിപൊളിയാണ്. ശരിക്കും അടിപൊളിയാണ്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. കട്ടച്ചായയുടെ കൂടെ ഇതെല്ലാം കൂടി കഴിച്ചിട്ട് ഓൾമോസ്റ്റ് എൻ്റെ വയറ് നിറഞ്ഞു. ഇനി എനിക്ക് എന്നാലും പുറത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. അടുത്ത വ്ളോഗിൽ ഞാൻ വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ.